ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇത് NIA ഏറ്റെടുക്കേണ്ട ഒരു കേസല്ല, അങ്ങനെ ഒരു വിഷയമേ ഇവിടെ ഇല്ല, അതിനൊരു ഗൗരവമില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ കോടതി ഉത്തരവ് കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാവുന്നത് ഇതൊരു NIA കേസായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ഉത്തരവിൽ തന്നെ ഈ ആരോപണങ്ങളൊന്നും തെളിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന ഒന്നും ഹാജരാക്കുവാനായിട്ട് ഈ പരാതിക്കാർക്കോ അല്ലെങ്കിൽ പോലീസിനോ പ്രോസിക്യൂഷനോ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ കൂടിയും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഈ കേസിൽ ജാമ്യാപേക്ഷയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്കറിയാം, ഇവര് കന്യാസ്ത്രീകളാണ്, ഇവര് പല സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലും സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കുക, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല, യാത്ര ചെയ്യുന്നതിൽ വിദേശത്ത് പോകുന്നതിലൊക്കെയുള്ള തടസ്സങ്ങൾ, ഇതൊക്കെ വളരെ എന്താ പറയുന്ന ഗുരുതരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇതൊക്കെ വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ഏർപ്പെടുത്തുന്ന കണ്ടീഷൻസ് ഒക്കെയാണ്. എന്തായാലും നമ്മൾ അതുകൊണ്ടാണ് ഈ കേസ് എത്രയും വേഗം റദ്ദ് ചെയ്യണം എന്നുള്ള നമ്മുടെ ആവശ്യം. കാരണം ഇവർ നിരപരാധികളാണെന്നുള്ള കാര്യം ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ മനുഷ്യക്കടത്ത് നടത്തി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇതിൽ ഇരകളാണെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കന്യാസ്ത്രീകളുടെ നിരപരാധിത്വം പച്ചവെള്ളം പോലെ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. അടുത്തതായിട്ട് ഈ കേസ് തന്നെ റദ്ദ് ചെയ്യപ്പെടണം, FIR കോഷ് ചെയ്യണം. ഇവര് പൂർണ്ണമായിട്ടും ഈ മുന്നോട്ടുള്ള നിയമക്കുരുക്കുകളിൽ നിന്നും നടപടിക്രമങ്ങളിൽ നിന്നും അവരെ മോചിതരാക്കേണ്ടതായിട്ടുണ്ട്. അത് 2ാമത്തെ സ്റ്റെപ്പാണ്. അവിടെ കൊണ്ടും ഇത് തീർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ നമ്മളൊക്കെ കാണേണ്ടത് ഒരു കാര്യം, ഈ കന്യാസ്ത്രീകൾ നിരപരാധികളായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ അത് കുറെ കൂടി വ്യക്തമായി. ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റവാളികളായിട്ടുള്ളത് ഈ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരാണ്. കാരണം ഈ പെൺകുട്ടികളുടെ ഉൾപ്പെടെ മൊഴി വന്നിട്ടുണ്ട്. ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഭയപ്പെടുത്തി പല സ്ഥലങ്ങളിലും ഒപ്പുവെപ്പിക്കുകയും ഇവരെ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഈ ഛത്തീസ്ഗഡിൽ നിന്നുണ്ടായി വന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ഇവരുടെ ദേഹപരിശോധന നടത്തുകയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് നോക്കി നിൽക്കെ ഈ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരാണ് ഈ അതിക്രമങ്ങളെല്ലാം നടത്തുന്നത്. ഈ കന്യാസ്ത്രീകൾക്ക് ഉൾപ്പെടെ നേരിടേണ്ടി വന്ന വലിയൊരു ഹരാസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, യഥാർത്ഥ പ്രതികള് മാന്യന്മാരായി പുറത്തു നടക്കുകയും ഒരു തെറ്റും ചെയ്യാത്ത കന്യാസ്ത്രീകൾ ജയിലിനകത്ത് കഴിയുകയുമാണ് ഉണ്ടായത്. ഇപ്പോ കന്യാസ്ത്രീകൾ പുറത്തു വന്നു. ഇനി യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത ഈ ബജ്രംഗ് ദളിന്റെ ആളുകള് അവർക്കെതിരെ കേസെടുക്കണം. അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭ്യമാവണം.